ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് ലോ ആണ്. ബിസിനസ് ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ബിസിനസ് ലോയില് മൊത്തം 23 ചാപ്റ്റേഴ്സ് ആണുള്ളത്. 23 ചാപ്റ്റേഴ്സിൽ ഫസ്റ്റ് ചാപ്റ്റർ എസെൻഷ്യൽസ് ഓഫ് എ കോൺട്രാക്ട് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എസെൻഷ്യൽസ് ഓഫ് എ കോൺട്രാക്ട്. നമുക്കറിയാം ഒരു ലോ ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ബിസിനസിന്റെ സ്മൂത്ത് ഫങ്ഷനിങ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ എവറി ഡേ ഡീൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എന്താണ് ഈ ലോ ആപ്ലിക്കബിൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലോ ഓഫ് കോൺട്രാക്ട് എന്ന് വെച്ചാൽ വളരെ എസെൻഷ്യൽ ആണ് ഒരു ബിസിനസ് ട്രാൻസാക്ഷന്. അപ്പോൾ എ കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെന്റ്. കോൺട്രാക്ട് എന്ന് പറയുന്നത് അതൊരു എഗ്രിമെന്റ് ആണ്. അത് ലീഗലി ബൈൻഡ് ചെയ്തിരിക്കുന്ന ഒരു എഗ്രിമെന്റ് ആണ്. അത് റെക്കഗ്നൈസ് ചെയ്യുകയും അതുപോലെ തന്നെ ഗവേൺസ് ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഡ്യൂട്ടീസും റൈറ്റ്സും ഗവേൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി ഈ ലോയില് എന്താണ് പലതരത്തിലുള്ള ഹ്യൂമൻ റൂൾസ്, ഹ്യൂമൻ കണ്ടക്റ്റിന്റെ റൂൾസുകൾ, അതുപോലെ തന്നെ കോർട്ട് ഓഫ് ലോസും ഒക്കെ എൻഫോഴ്സബിൾ ആണ്. നമുക്കറിയാം പലതരത്തിലുള്ള ലോസ് ഉണ്ട്, പല ഡിഫറെന്റ് ബ്രാഞ്ചസ് ഉണ്ട്. അത് ഇന്റർനാഷണൽ ലോ ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ, ക്രിമിനൽ ലോ, സിവിൽ ലോ എക്സെട്ര. അങ്ങനെ പലതരത്തിലുള്ള ലോസും എന്താണ് ഈ നിയമത്തിലുണ്ട്. നമ്മുടെ ദ ചീഫ് സോഴ്സ് ഓഫ് ഇന്ത്യൻ ബിസിനസ് ലോ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ബിസിനസ് ലോ ഇംഗ്ലീഷ് ലോസ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ട് ലോ, പാസ്റ്റ് ജുഡീഷ്യൽ ഡിസിഷൻസ്, ലോക്കൽ കസ്റ്റംസ് ആൻഡ് യൂസേജസ്, ഇതൊക്കെയാണ് ഇന്ത്യൻ ബിസിനസ് ലോസിന്റെ ചീഫ് ആയിട്ടുള്ള സോഴ്സസ്. ഇനി ഇവിടെ പറയുന്ന വേറൊരു കാര്യം, ലോ ഓഫ് കോൺട്രാക്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ബിസിനസ് ലോ ഡീലിംഗ് വിത്ത് ജനറൽ റൂൾസ് റിലേറ്റിംഗ് ടു ഓൾ ടൈപ്പ് ഓഫ് കോൺട്രാക്ട്. ഈ ലോ ഓഫ് കോൺട്രാക്ട് എന്ന് വെച്ചാൽ ഒരു ബിസിനസ് ലോയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇത് ഡീൽ ചെയ്യുന്നത് ജനറൽ റൂൾസ് ആണ് ഡീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ജനറൽ റൂൾസിൽ തന്നെ പലതരത്തിലുള്ള കോൺട്രാക്ട്സ്, ഓൾ ടൈപ്പ് ഓഫ് എല്ലാ തരത്തിലുള്ള കോൺട്രാക്ട്സും അതുപോലെ തന്നെ സ്പെഷ്യൽ പ്രൊവിഷൻസും ഒക്കെ ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. സ്പെസിഫിക് കോൺട്രാക്ട് അതിലുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസ് ഒക്കെ ഇത് കവർ ചെയ്യുന്നുണ്ട് ഈ ലോ ഓഫ് കോൺട്രാക്റ്റില്. കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു എഗ്രിമെന്റ് ആണ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ. നിയമം നിയമം നടപ്പാക്കാവുന്ന കോൺട്രാക്ട് എന്ന് വെച്ചാൽ ഒരു എഗ്രിമെന്റ് ആയിരിക്കും. അതിനകത്ത് നിയമങ്ങൾ നടപ്പാക്കാവുന്നതും അതുപോലെ തന്നെ ഇറ്റ്സ് മെയിൻ 2 എലമെന്റ്സ്, എഗ്രിമെന്റ് ആൻഡ് ലീഗൽ എൻഫോഴ്സിബിലിറ്റി. രണ്ട് എഗ്രിമെന്റ് ഉണ്ടായിരിക്കും, മെയിൻ ആയിട്ടുള്ളത് എഗ്രിമെന്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അതിന് ലീഗൽ എൻഫോഴ്സിബിലിറ്റിയും ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ആ നിയമം നമുക്ക് നടപ്പാക്കാവുന്നതായിരിക്കും. അതുപോലെ തന്നെ കോൺട്രാക്റ്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ക്രിയേഷൻ, എക്സിക്യൂഷൻ ആൻഡ് എൻഫോഴ്സിബിലിറ്റി, അങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എഗ്രിമെന്റ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ ഇസ് വോയിഡ് എഗ്രിമെന്റ്. എഗ്രിമെന്റ് വോയിഡ് എഗ്രിമെന്റ്സ് ആയിട്ട് എന്ന് വെച്ചാൽ നടത്താൻ പറ്റാത്ത എഗ്രിമെന്റ്സ്, നടപ്പാക്കാൻ പറ്റാത്ത എഗ്രിമെന്റ്സിന് വോയിഡ് എഗ്രിമെന്റ് എന്ന് പറയും. വോയിഡ് എഗ്രിമെന്റ് വിച്ച് വാസ് വാലിഡ്. ഈ വോയിഡ് എഗ്രിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ആ എഗ്രിമെന്റ് വാലിഡ് ആണ് എപ്പോ വരെ? വെൻ ഇറ്റ് വാസ് എന്റേർഡ്, അതിനകത്ത് എൻറ്റർ ചെയ്യുന്ന സമയത്ത് അത് വാലിഡ് ആയിരിക്കും. ബട്ട് ബിക്കം വോയിഡ് ലേറ്റർ ഓൺ ബിക്കോസ് സം റീസൺ. എന്തെങ്കിലും ഇതുകൊണ്ട് അതെന്താവാം, അത് ശൂന്യമായിട്ടുള്ള അല്ലെങ്കിൽ അസാധുവാകാനുള്ള സാധ്യതയും കൂടി ഉണ്ട്.
അതാണ് വോയിഡ് എഗ്രിമെന്റ്. അത് എൻറ്റർ ചെയ്യുന്ന സമയത്ത് വോയിഡ് കോൺട്രാക്ട് എന്ന് വെച്ചാൽ മീൻസ് എഗ്രിമെന്റ്, അതൊരു എഗ്രിമെന്റ് ആണ്. ഈ എഗ്രിമെന്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാലിഡ് ആണ്, ആ എഗ്രിമെന്റ് വാലിഡ് ആണ്. ആ കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യുന്ന സമയത്ത് പിന്നെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വേണമെങ്കിൽ അത് അസാധുവായിട്ട് പോകാം. അതാണ് വോയിഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്, വോയിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. വോയിഡബിൾ കോൺട്രാക്ട് ഇസ് എ കോൺട്രാക്ട് വിച്ച് ക്യാൻ ബി അവോയ്ഡഡ് അറ്റ് ദ ഓപ്ഷൻ ഓഫ് അഗ്രീവ്ഡ് പാർട്ടി ആൻഡ് നോട്ട് ദ അതർ. അതുപോലെ തന്നെ വോയിഡബിൾ കോൺട്രാക്റ്റും ഇതുപോലെ ഒരു കോൺട്രാക്റ്റ് ആണ്. ഈ കോൺട്രാക്റ്റിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഓപ്ഷൻസ് പാർട്ടിയിൽ അഗ്രീവ്ഡ് ആയിട്ട് വരുമ്പോൾ അതെന്ത് ചെയ്യും, നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. In an illegal agreement, the object or the consideration is unlawful. Illegal agreementലെ ഒബ്ജക്റ്റും അതുപോലെ കൺസിഡറേഷനും അൺലോഫുൾ ആയിരിക്കും. സോ it is also void and not enforceable by law. നമുക്ക് നെക്സ്റ്റ് എന്താണ് ലോ എന്നുള്ളത് നോക്കാം. ലോ, വാട്ട് ഈസ് ലോ? Law is a rule of conduct developed by government or society applicable within certain geographical boundaries. ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ സൊസൈറ്റി ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സർട്ടൻ ജോഗ്രഫിക്കൽ ബൗണ്ടറീസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലോസ് എന്താണ് ഡെവലപ്പ് ചെയ്യാൻ, ഒരു കുറച്ച് റൂൾസ് ഡെവലപ്പ് ചെയ്യാണ് ഗവൺമെന്റ് സൊസൈറ്റിയും. ലോ റെഗുലേറ്റ് ഹ്യൂമൻ ആക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് വൺ അനദർ ആൻഡ് വിത്ത് സൊസൈറ്റി. അപ്പൊ ഈ ലോ എന്ത് ചെയ്യും, ഹ്യൂമൻസിന്റെ ആക്ഷൻസും അതുപോലെ തന്നെ സൊസൈറ്റീനെയും റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ലോ റെഗുലേറ്റ് ചെയ്യുന്നത്. വിത്ത് എ ചേഞ്ച് ഇൻ റിക്വയർമെന്റ്സ് ദ ലോ ആർ ഓൾസോ എന്തെങ്കിലും റിക്വയർമെന്റ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ലോയിലും ഓൾസോ ചേഞ്ച് ചെയ്യും. Law keep us safe and ensure that our rights are not abused by other people. എന്ന് വെച്ചാൽ ലോ നമ്മൾ സേഫ് നന്നായിട്ട് കീപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാൽ സേഫ് ആയിട്ടും അതുപോലെ തന്നെ അത് എന്താണ് എൻഷുർ, അതൊരിക്കലും എന്ത് ചെയ്യാനായിട്ട് പാടില്ല, അബ്യൂസ് ചെയ്യാനായിട്ട് പാടില്ല, പീപ്പിൾസ് അബ്യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ലോ ഹെൽപ്പ് ഇൻ റെഗുലേറ്റിംഗ് ദ കണ്ടക്ട് ഓഫ് പീപ്പിൾ ആൻഡ് സേഫ് ഗാർഡിംഗ് ദിയർ പ്രോപ്പർട്ടി ആൻഡ് റൈറ്റ്സ്. ലോയാണ് നമ്മളുടെ ഓരോ പീപ്പിൾസിനെയും റെഗുലേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഓരോ പ്രോപ്പർട്ടീസിനെയും ഒരു പീപ്പിളിന്റെ ഒരു പേഴ്സന്റെ പ്രോപ്പർട്ടീസിനെയും റൈറ്റ്സിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നതും സേഫ് ആക്കാനായിട്ട് സഹായിക്കുന്നതും. Therefore, every country has enacted laws in this regard. അതുകൊണ്ട് തന്നെ എല്ലാ കൺട്രീസും ലോസ് ഉണ്ട്. Ignorance of law is not any excuse. So it's very important that we know proper law which are subject. ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾ ആ ലോ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. പലതരത്തിലുള്ള ലോസ് ഉണ്ട്. ഇന്റർനാഷണൽ ലോ ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ഉണ്ട്, ക്രിമിനൽ ലോ ഉണ്ട്, സിവിൽ ലോ ഉണ്ട്, എക്സെട്ര. അങ്ങനെ പലതരത്തിലുള്ള ലോസ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ കൺട്രോളിങ് ആൻഡ് റെഗുലേറ്റിംഗ് വൺ സ്പെസിഫിക് ഫീൽഡ് ഓഫ് ദി ആക്ടിവിറ്റി. ഏത് ആക്ടിവിറ്റി, ഏത് ഫീൽഡിലാണോ ആ ഫീൽഡിലെ ആക്ടിവിറ്റീനെ കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനുമാണ് ഈ ലോസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിസിനസ് ലോ, നമ്മളുടെ ബിസിനസ് ലോ അല്ലെങ്കിൽ മെർക്കൻഡൈൽ ഓർ കൊമേഴ്ഷ്യൽ ലോ ഇസ് എ പാർട്ട് ഓഫ് സിവിൽ ലോ. അപ്പൊ നമ്മുടെ ബിസിനസ് ലോ എന്ന് വെച്ചാൽ അതൊരു സിവിൽ ലോ ആണ്. അതുകൊണ്ട് തന്നെ വിച്ച് ഡീൽസ് വിത്ത് കസ്റ്റംസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ലോക്കൽ ആൻഡ് ഇന്റർനാഷണൽ കൊമേഴ്സ്. ഇതെന്താണ്? കസ്റ്റംസും പ്രാക്ടീസസും ഇന്റർനാഷണൽ കൊമേഴ്സിൽ ഡീൽസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മീനിങ് ആൻഡ് സോഴ്സസ് ഓഫ് ബിസിനസ് ലോ ആണ് പറയുന്നത്. മീനിങ് ആൻഡ് സോഴ്സസ് ഓഫ് ബിസിനസ് ലോയില് ഫസ്റ്റ്, ബിസിനസ് ലോ കണ്ടെയ്ൻ ദോസ് ലോസ് വിച്ച് ഹെൽപ്പ് ഇൻ സ്മൂത്ത് കണ്ടക്ട് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിൽ സ്മൂത്ത് ആയിട്ടുള്ള ഒരു റണ്ണിങ്ങിന് എന്താണ് നമുക്ക് ബിസിനസ് ലോസ് ആവശ്യമാണ്. അതുപോലെ തന്നെ അതിനകത്ത് തന്നെ ഇൻക്ലൂഡിങ് ദോസ് കൺസേണിങ് പലതരത്തിലുള്ള കോൺട്രാക്ട്സ് ഉണ്ടാവും, പാർട്ട്ണർഷിപ്സ് ഉണ്ടാവും, കമ്പനി ഉണ്ടാവും, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും, ഇൻഷുറൻസ് ഉണ്ടാവും, ക്യാരേജ് ഓഫ് ഗുഡ്സ്, ആർബിട്രേഷൻ. ഈ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഒരു ബിസിനസ് ലോയില് ഇൻക്ലൂഡഡ് ആണ്. ഇന്ത്യൻ ബിസിനസ് ലോ ഇസ് ബേസ്ഡ് ഓൺ ഇംഗ്ലീഷ് ലോ.
ഇന്ത്യയിലെ ബിസിനസ് ലോ ഇംഗ്ലീഷ് ലോനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഇവിടെ പറയുന്നത് ദ സോഴ്സസ് ഓഫ് ഇന്ത്യൻ ബിസിനസ് ലോസ് ആർ അണ്ടർ ഇംഗ്ലീഷ് മെർക്കന്റൈൽ ലോ, അതുപോലെ ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ട് ലോ, ജുഡീഷ്യൽ ഡിസിഷൻ, കസ്റ്റംസ് ആൻഡ് യൂസേജ്. ഇത്രയാണ് സോഴ്സസ് ഓഫ് ഇന്ത്യൻ ബിസിനസ് ലോ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇംഗ്ലീഷ് മെർക്കന്റൈൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇന്ത്യയിലെ ബിസിനസ് ലോസ് ഓൺ ദ ബേസ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, ഈസ് ബേസ്ഡ് ഓൺ ഇംഗ്ലീഷ് ലോനെ ബേസ് ചെയ്തിട്ടാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പം ഇവിടെ ഇംഗ്ലീഷ് മെർക്കന്റൈൽ ലോ എന്ന് വെച്ചാൽ ഇത് ഡെവലപ്പ് ആൻഡ് കസ്റ്റംസ് ആൻഡ് യൂസേജ് മെർക്കൻ ബിസിനസ് എന്ന് വെച്ചാൽ ഇംഗ്ലണ്ട് ആൻഡ് ഇന്ത്യൻ ബിസിനസ് ഓർ ബേസ്ഡ് ഓൺ ലോ. ഇംഗ്ലണ്ടിന്റെയും ഇന്ത്യൻ ബിസിനസ് ലോസിന്റെയും ബിസിനസ് ലോനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഇംഗ്ലീഷ് മെർക്കന്റൈൽ ലോ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ട് ലോ ഇൻക്ലൂഡ് ആക്ട് enacted by Indian legislature and main source of one Indian business law. First Indian business law. First one Indian business law. Next, judicial decisions of past decision of court which is guiding values. എന്താണ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഡിസിഷൻസ് കോർട്ടിന്റെ വാല്യൂസ് ആണ് ഗൈഡ് ചെയ്തിരിക്കുന്നത്. ദീസ് ആർ ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് ലോ വിച്ച് ഇസ് ഫോളോ കോർട്ട് അറ്റ് ദ ടൈം ഓഫ് ഡിസൈഡിങ് സിമിലർ കേസസ്. കോർട്ടാണ് ഈ ഇങ്ങനെയുള്ള കേസസ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ഇനി കസ്റ്റംസ് ആൻഡ് യൂസേജസ് ട്രേഡ് ഓൾസോ ഹെൽപ്പ് റെഗുലേറ്റിംഗ് ഡീലിംഗ്സ് ബിറ്റ്വീൻ മെർക്കൻസ് ഓഫ് ട്രേഡ്. കസ്റ്റംസ് ആൻഡ് യൂസേജസ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്, ട്രേഡിന് വേണ്ടിയിട്ടുള്ളതാണ്. Indian Contract Act also recognizes that nothing contained therefore shall affect the usage customs of trade. ട്രേഡിന്റെ ഇതിനാണ് ഈ കസ്റ്റംസ് ആൻഡ് യൂസേജ് ലോ വരുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ലോ ഓഫ് കോൺട്രാക്ട് ആണ് പറയുന്നത്. ലോ ഓഫ് കോൺട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ദിസ് ലോ ഓഫ് കോൺട്രാക്ട് ഇസ് കൺസേൺ വിത്ത് മേക്കിംഗ് ഓഫ് എൻഫോഴ്സിംഗ് ഇൻക്രിമെന്റ്. എന്താണ് ലോ ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാട്ട് ഈസ് എ കോൺട്രാക്ട്? In Indian Contract Act 1972 deals with general principles of law governing contract and special provision relating to bailment, pledge, indemnity, guarantee and agency. നമുക്ക് ആദ്യം ലോ ഓഫ് കോൺട്രാക്ട് ഈസ് കൺസേൺ വിത്ത് മേക്കിംഗ് ആൻഡ് എൻഫോഴ്സിംഗ്. അതെന്താണ്, ഒരു എഗ്രിമെന്റ് ആണ്. അതിനകത്ത് പറയുന്നത് ഇറ്റ് ഡിറ്റർമൈൻസ് ദ സർക്കംസ്റ്റൻസസ് വെൻ പ്രോമിസ് മെയ്ഡ് ബൈ പാർട്ടീസ്. അതിനകത്ത് പാർട്ടീസ് തമ്മിൽ എന്താണ്, ഒരു പ്രോമിസ് ചെയ്യാണ്, എന്താണ്, അവരൊരു കോൺട്രാക്റ്റില് ഏർപ്പെടുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, അതിന് എന്തെങ്കിലും എന്താണ് ഓൾസോ മെൻഷൻ റെമഡീസ് അവൈലബിൾ അഗൈൻസ്റ്റ് പാർട്ടീസ് വിച്ച് ആ പ്രോമിസ് പെർഫോം ചെയ്തില്ലെങ്കിൽ അതിന് അവൈലബിൾ ആയിട്ടുള്ള റെമഡീസ് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതാണ് ലോ ഓഫ് കോൺട്രാക്റ്റിൽ പറയുന്നത്. ഇനി വാട്ട് ഈസ് എ കോൺട്രാക്ട്? കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ, കോൺട്രാക്ട് എന്ന് വെച്ചാൽ ഒരു എഗ്രിമെന്റ് ആണ് മെയ്ഡ് ബിറ്റ്വീൻ 2 or more പേഴ്സൺസ് ടു ഡു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഒരു പർട്ടിക്കുലർ ആക്ട് ഡു ചെയ്യാം എന്നുള്ള ഒരു കോൺട്രാക്ട് ആണ്. രണ്ട് പേഴ്സൺസ്, രണ്ട് ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ a contract is an agreement made between 2 or more person, ഒന്നോ ഒന്നിലധികം പേഴ്സൺസോ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യാം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് ഈ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇറ്റ് ക്രിയേറ്റ് എ ലീഗൽ ഒബ്ലിഗേഷൻ. ഇതൊരു ലീഗൽ ആയിട്ടുള്ള ഒബ്ലിഗേഷൻ ആണ്. ഗിവിംഗ് ലീഗൽ റൈറ്റ്സ് ടു സർട്ടൻ പേഴ്സൺ. അപ്പൊ ആ പേഴ്സൺ എന്തുണ്ടായിരിക്കും, ലീഗൽ ആയിട്ടുള്ള ഒരു റൈറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡ്യൂട്ടി ഓഫ് ദ സെയിം ഇസ് ഇമ്പോസ്ഡ് ഓൺ അതർ പാർട്ടി. മറ്റ് പാർട്ടിക്കും എങ്ങനെയാണ് ഈ ഡ്യൂട്ടീസ് എല്ലാം ഇമ്പോസ്ഡ് ആയിരിക്കും. ഇതാണ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇതാണ് കോൺട്രാക്ട് എന്ന് പറയുന്നത്.
നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട് ആണ് നോക്കുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ക്രിയേഷൻ, ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട് എന്തിന്റെയൊക്കെ ബേസിസിലാണുള്ളത്? ഓൺ ദ ബേസിസ് ഓഫ് ക്രിയേഷൻ, ഓൺ ദ ബേസിസ് ഓഫ് എക്സിക്യൂഷൻ, ഓൺ ദ ബേസിസ് ഓഫ് എൻഫോഴ്സിബിലിറ്റി. ഇതിനകത്ത് ഓൺ ദ ബേസിസ് ഓഫ് ക്രിയേഷനിൽ പറയുന്നത് ഒന്ന് എക്സ്പ്രസ് കോൺട്രാക്ട് ആണ്. എക്സ്പ്രസ് കോൺട്രാക്ട് ഈസ് വൺ ഇൻ വിച്ച് ടേംസ് ആർ ക്ലിയർലി സ്റ്റേറ്റ് വേർഡ്സ് ഓർ റൈറ്റിംഗ്. ഇപ്പൊ എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് വെച്ചാൽ അത് എന്ത് കാര്യമാണെങ്കിലും അതിന്റെ ടേംസ് ക്ലിയർ ആയിട്ട് ഒന്നല്ലെങ്കിൽ വേർഡ്സോ അല്ലെങ്കിൽ റൈറ്റിംഗിലൂടെ എക്സ്പ്രസ് ചെയ്യും, സ്റ്റേറ്റ് ചെയ്യും. നെക്സ്റ്റ്, ഇംപ്ലൈഡ് കോൺട്രാക്ട് ഇസ് നോട്ട് റിട്ടൺ ഓർ സ്പോക്കൺ. അത് സ്പോക്കണോ നമ്മൾ സംസാരത്തിലൂടെയോ അല്ലെങ്കിൽ റിട്ടണിലൂടെയോ അല്ല, എഴുത്തിലൂടെയോ അല്ല. ഇറ്റ് അറൈസസ് ഫ്രം ആക്ട് കണ്ടക്ട് ഓഫ് പാർട്ടീസ്. For example, boarding a train, there is implied contract that we agree to pay the fare. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഓൺ ദ ബേസിസ് ഓഫ് എക്സിക്യൂഷന്റെ കേസസ് ആണ് പറയുന്നത്. എക്സിക്യൂഷന്റെ കേസസിൽ പെർഫോം ചെയ്യുക അല്ലെങ്കിൽ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് എക്സിക്യൂഷൻ. ഓൺ ദ ബേസിസ് ഓഫ് എക്സ്റ്റൻ വിച്ച് ദേ ഹാവ് ബീൻ പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് തന്നെ എക്സിക്യൂട്ടഡ് കോൺട്രാക്ട് ഇസ് എ കോൺട്രാക്ട് ഇൻ വിച്ച് പാർട്ടീസ് ഹാവ് ഫുൾഫിൽഡ് ദെയർ റെസ്പെക്റ്റീവ് ഒബ്ലിഗേഷൻ അണ്ടർ ദി കോൺട്രാക്ട്. നെക്സ്റ്റ്, എക്സിക്യൂട്ടറി കോൺട്രാക്ട് ഇസ് എ കോൺട്രാക്ട് ഇൻ വിച്ച് ബോത്ത് പാർട്ടീസ് ഹാവ് പെർഫോം അവരുടെ ഒബ്ലിഗേഷൻ, അവരുടെ ബാധ്യതയാണ് അത് പെർഫോം ചെയ്യാന്നുള്ളത്. അതാണ് എക്സിക്യൂട്ടറി കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ കോൺട്രാക്ട് മേ ഓൾസോ പാർട്ടിലി എക്സിക്യൂട്ടഡ് ആൻഡ് പാർട്ട്ലി എക്സിക്യൂട്ടഡ്. ഇതിനകത്ത് എങ്ങനെയാന്ന് വെച്ചാല് പാർട്ടീസ് പെർഫോം ചെയ്യും ഹിസ് ഒബ്ലിഗേഷൻ, അത് അവരുടെ ബാധ്യതയാണ്. അപ്പം ഓൺ ദ ബേസിസ് ഓഫ് എൻഫോഴ്സിബിലിറ്റി ആണ് പറയുന്നതെങ്കിൽ നെക്സ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് എൻഫോഴ്സിബിലിറ്റി ആണ്. അതിനകത്ത് വാലിഡ് കോൺട്രാക്ട് ഇസ് വൺ വിച്ച് സാറ്റിസ്ഫൈ ഓൾ ദ കണ്ടീഷൻ പ്രിസ്ക്രൈബ്ഡ് ബൈ ലോ. ഇവിടെ എന്ന് വെച്ചാല് വാലിഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് ആണെങ്കിൽ അതെന്താണ്? അവർ പറഞ്ഞിരിക്കുന്ന പ്രിസ്ക്രൈബ്ഡ് ചെയ്തിരിക്കുന്ന കണ്ടീഷൻസ് അനുസരിച്ചിട്ട് അവരത് സാറ്റിസ്ഫൈ ആയിരിക്കും. When one or more such elements are missing, the contract is not valid contract. എന്തെങ്കിലും എലമെന്റ്സിൽ മിസ്സിംഗ് ഉണ്ടെങ്കിൽ അവരുടെ പ്രിസ്ക്രൈബ്ഡ് ചെയ്തിരിക്കുന്ന കണ്ടീഷൻസ്, ലോയുടെ ബേസിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആവുന്നതാണ് എന്ത് വാലിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഇതിനകത്ത് എന്തെങ്കിലും ഒരു മിസ്സിംഗ് വരാണെങ്കിൽ, എന്തെങ്കിലും ഒരു എലമെന്റ്സ് മിസ്സിംഗ് വരാണെങ്കിൽ ആ കോൺട്രാക്ട് ഇസ് നോട്ട് വാലിഡ്. അതാണ് ഓൺ ദ ബേസിസ് ഓഫ് എൻഫോഴ്സിബിലിറ്റി. നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് എഗ്രിമെന്റ് ആണ്. എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ ഇ ഓഫ് ദ കോൺട്രാക്ട് ആക്ട്, ആൻ എഗ്രിമെന്റ് ഈസ് എവറി പ്രോമിസ് ആൻഡ് എവറി സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിംഗ് കൺസിഡറേഷൻ ഓഫ് ഈച്ച് അതർ. നമ്മൾ എന്താ എഗ്രിമെന്റ് എന്ന് വെച്ചാൽ അതൊരു പ്രോമിസ് ആണ്, ഒരു വാഗ്ദാനമാണ്. എന്ത് ചെയ്യാണ്? ഒരു കാര്യം ചെയ്തേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു രണ്ട് പേര് തമ്മിൽ കൊടുക്കുന്ന ഈച്ച് അതർ കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണ്. എ പ്രോമിസ് ഈസ് ആൻ ഓഫർ ബൈ വൺ പാർട്ടി വിച്ച് ഈസ് അക്സെപ്റ്റഡ് ബൈ അനദർ പാർട്ടി. ഇപ്പൊ ഒരു പാർട്ടി അത് ഓഫർ ചെയ്യാണ്, ഞാനിത് ഇങ്ങനെ ചെയ്തേക്കാം, മറ്റു പാർട്ടി അത് അക്സെപ്റ്റ് ചെയ്യാണ്, അതിനെയാണ് പ്രോമിസ് എന്ന് പറയുന്നത്. A promise is an offer by one party, ഒരു പാർട്ടി ഓഫർ ചെയ്യും, which is accepted by another party, മറ്റു പാർട്ടി അത് അക്സെപ്റ്റ് ചെയ്യും. അതാണ് അഗ്രിമെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലീഗൽ ഒബ്ലിഗേഷൻ ആണ്. ലീഗൽ ഒബ്ലിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ദറ്റ് കോൺട്രാക്ട് ഗിവറൈസ് ലീഗൽ ഒബ്ലിഗേഷൻ. ഓരോ കോൺട്രാക്റ്റും ലീഗലി എന്താണ്? ബാധ്യതയാണ്, ഒബ്ലിഗേഷൻ ആണ്. There is no legal obligation in social, moral or religious agreement. There no create duty enforceable by. ഇപ്പൊ നമ്മള് ഇപ്പൊ മോറൽ ആയിട്ടും സോഷ്യൽ ആയിട്ടും റിലീജിയസ് ആയിട്ടൊന്നും യാതൊരുവിധ ലീഗൽ ഒബ്ലിഗേഷൻസ് ഇല്ലെങ്കിൽ എന്ത് പറ്റും? അവിടെ എന്താണ് ലോ ചെയ്യേണ്ട, അവിടെ എന്താണ്? നോ ക്രിയേറ്റ് ഡ്യൂട്ടി എൻഫോഴ്സബിൾ ലോ, എന്താണ് നിയമപരമായിട്ടുള്ള ഒരു ഇതുണ്ടാവില്ല.
hence are not contract, അത് കോൺട്രാക്റ്റും അല്ല. The law of contract is concerned with the only those obligations which arise out of agreement. അപ്പോൾ law of contract എന്ന് പറഞ്ഞാൽ ഈ ഒബ്ലിഗേഷൻസ് എറേസ് ചെയ്യുന്ന, ഓരോ എഗ്രിമെന്റിൽ നിന്നും എറേസ് ചെയ്യുന്ന ഒബ്ലിഗേഷൻ ആണ് ഈ ലോ ഓഫ് കോൺട്രാക്ട് കൊണ്ട് കൺസേൺ ചെയ്യുന്നത്. ഒബ്ലിഗേഷൻ അറൈസിംഗ് ഫ്രം wrongful ആക്ട്, ജുഡീഷ്യൽ ഡിസിഷൻ ആർ ഡിഗ്രി ഓഫ് എ കോർട്ട്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഡു നോട്ട് കം അണ്ടർ ദിസ് കാറ്റഗറി. ഇപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോങ്ഫുൾ ആയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാം, ജുഡീഷ്യൽ റൈസിംഗ് ഫ്രം റോങ്ഫുൾ ആക്ട്, അല്ലെങ്കിൽ ജുഡീഷ്യൽ ഡിസിഷൻസ്, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ദി കോർട്ടിന്റെ ഒക്കെ കാര്യങ്ങള്, അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇതൊന്നും കോൺട്രാക്റ്റിൽ വരില്ല. അതുപോലെ തന്നെ കോർട്ടിന്റെ വിധികള്, അതുപോലെ ജുഡീഷ്യൽ ആയിട്ടുള്ള ഡിസിഷൻസ്, അല്ലെങ്കിൽ അതൊന്നും ഇത് വരില്ല, കാറ്റഗറി ഓഫ് ദി അതൊന്നും ഡു നോട്ട് കം അണ്ടർ ദ കാറ്റഗറി ഓഫ് ദി കോൺട്രാക്ട്, കോൺട്രാക്റ്റിന്റെ കീഴിൽ വരില്ല. നെക്സ്റ്റ് പറയുന്നത് നമ്മൾ വോയിഡ് കോൺട്രാക്ട് ആണ് പറയുന്നത്. വോയിഡ് കോൺട്രാക്ട് ഈസ് എ കോൺട്രാക്ട് ബിക്കം വോയിഡ് അറ്റ് ദ ടൈം വെൻ ഇറ്റ് സീസ് ടു ബി എൻഫോഴ്സിബിൾ ബൈ ലോ. നമ്മൾ പറഞ്ഞു വോയിഡ് കോൺട്രാക്ട് എന്ന് വെച്ചാൽ അറ്റ് ദ ടൈം, ആ എൻ്റർ ചെയ്യുന്ന ടൈമിൽ എന്താണ് അതിന് ഇതുണ്ടാവും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, മിസ്റ്റേക്സ് എന്തെങ്കിലും വോയിഡ് അല്ല, അത് വാലിഡ് കോൺട്രാക്ട് ആണ്, സോറി, വോയിഡ് കോൺട്രാക്ട്. It can be reasons such as impossibility of performance of the contract, change law of some reasons. എന്തെങ്കിലും അങ്ങനെയൊക്കെ വരുമ്പോൾ ആ കോൺട്രാക്ട് എന്താവില്ല, അസാധുവായിട്ട് പോകും. മനസ്സിലായോ? അതാണ് വോയിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ബിക്കം വോയിഡ് അറ്റ് ദ ടൈം ഓഫ് സീസസ് ഓഫ് എൻഫോഴ്സിബിൾ ബൈ ലോ. അപ്പൊ എന്താണ്, ഇറ്റ് സബ്സിക്വന്റ് ബിക്കം അൺഫോഴ്സബിൾ ഡ്യൂ ടു സം റീസൺ ട്രീറ്റഡ് വോയിഡ്. പിന്നെ ഇറ്റ് ക്യാൻ റീസൺ സജസ് ഇമ്പോസ്, എന്തെങ്കിലും ചേഞ്ച് ലോസിൽ, എന്തെങ്കിലും ചേഞ്ച്, എന്തെങ്കിലും കാരണം കൊണ്ട് ലോസ് ചേഞ്ച് ആവാം, അങ്ങനെയുള്ള വന്ന സമയങ്ങളിൽ എന്ത് ചെയ്യാണ്, ഇത് എന്ത് ചെയ്യും, വോയിഡ് ആയിട്ട് മാറിപ്പോകും. When not enforced by this void and is a void agreement, no contract in existence. അപ്പൊ എന്താണ്, എ വോയിഡ് കോൺട്രാക്ട് ഇസ് വോയിഡ് അപ്പ് ഇനീഷ്യോ ഫ്രം ദ വെരി ബിഗിനിങ്. ആ ബിഗിനിങ്ങിന്റെ സമയത്ത്, അത് എൻ്റർ ചെയ്യുന്ന സമയത്താണ് നമ്മളുടെ കോൺട്രാക്ട് എങ്ങനെയാവുന്നത്, വോയിഡ് ആവുന്നത്. വോയിഡ് കോൺട്രാക്ട് മീൻസ് ആൻ എഗ്രിമെന്റ് വിച്ച് വാസ് വാലിഡ് വെൻ ഇറ്റ് വാസ് എൻറ്റേർഡ് ഇൻ ടു. അതിനകത്ത് എൻ്റർ ചെയ്യുന്ന സമയത്താണ് അവിടുത്തെ വോയിഡ് കോൺട്രാക്റ്റില് എഗ്രിമെന്റ് വാലിഡ് ആവുന്നത്. ഇൻ ടു ബട്ട് ബിക്കം വോയിഡ് ലേറ്റർ ഓൺ ബിക്കോസ് ഓഫ് സം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, അത് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ കൊണ്ട് അതിനകത്തുള്ള കോൺട്രാക്റ്റില് എന്തെങ്കിലും ഇത് വരികയാണെങ്കിൽ അതവിടെ വോയിഡ് അല്ലാണ്ട് മാറും. അതാണ് വോയിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. The voidable contract is a contract which can be avoided at the option of aggrieved party, not other. Next, voidable contract is an agreement which is enforceable by law at the option of one or more parties, not an option of other, and such contract can be set aside option of the aggrieved party.
ഈ വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറയുന്നത് എന്താണ്? വോയിഡബിൾ കോൺട്രാക്ട് വാലിഡ് ആണ്. എങ്ങനെയാണ്? ഒരു പാർട്ടി ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യണ സമയത്ത് വരും. അൺടിൽ വൺ പാർട്ടി ചൂസ് ടു ക്യാൻസൽ ഇറ്റ്. അത് ക്യാൻസൽ ചെയ്യുന്നത് വരെ എന്താണ്? അത് വാലിഡ് ആണ്. പക്ഷെ എന്താണ് വോയിഡബിൾ കോൺട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാല്, വോയിഡ് കോൺട്രാക്ട് എന്ന് വെച്ചാൽ ഇസ് ഇൻവാലിഡ് ഫ്രം ദ സ്റ്റാർട്ട്. അല്ല വോയിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞ ഇവിടെ വോയിഡബിൾ കോൺട്രാക്ട് ഇസ് എ വാലിഡ് ആണ് അൺടിൽ വൺ പാർട്ടി ചൂസ് ടു ക്യാൻസൽ ഇറ്റ്. ഒരു പാർട്ടി അതെന്ത് ചെയ്യാണ്? ക്യാൻസൽ ചെയ്യണ സമയം വരെയും ഈ വോയിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാലിഡ് ആണ്. അല്ലെങ്കിൽ എന്തെങ്കിലും സെർട്ടൈൻ ആയിട്ടുള്ള ഒരു ലീഗൽ സർക്കംസ്റ്റൻസസിൽ ചേഞ്ച് വരുമ്പോഴോ, അല്ലെങ്കിൽ ഒരു പാർട്ടി ക്യാൻസൽ ചെയ്യണ സമയം വരെയും എന്താണ്? വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാലിഡ് ആണ്. അപ്പൊ വോയിഡബിൾ കോൺട്രാക്ട് ഈസ് വൺ ദാറ്റ് ക്യാൻ ബി ക്യാൻസൽ ഓർ ചേഞ്ച് അണ്ടർ സർട്ടൻ ലീഗൽ സർക്കംസ്റ്റൻസസ് ആണ്. നോട്ട് ഓൾ കോൺട്രാക്ട്സ് ആർ വോയിഡബിൾ. ഇപ്പൊ ഇവിടെ പറയുകയാണെങ്കിൽ വോയിഡബിൾ കോൺട്രാക്ട് ഈസ് എ ലീഗൽ ആൻഡ് എൻഫോഴ്സിബിൾ ഡോക്യുമെന്റ് ദാറ്റ് ക്യാൻ nonetheless be rejected by one of the parties to the agreement if it has certain defect. എന്തെങ്കിലും ഡിഫക്റ്റ് കൊണ്ടോ എന്തെങ്കിലും ഒരു പാർട്ടി അത് ക്യാൻസൽ ചെയ്യുന്നത് വരെയും ഈ കോൺട്രാക്ട് എങ്ങനെയായിരിക്കും? ഈ എഗ്രിമെന്റ് എന്ന് പറയുന്നത് വോയിഡ് ആയിരിക്കും. ഇനി ഇവിടെ നെക്സ്റ്റ് പറയുന്നത് നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നത് എന്താണ്? കൊയേഷൻ അല്ലെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെന്റേഷൻ ഇങ്ങനെയുള്ള കേസസിലാണ് വോയിഡബിൾ കോൺട്രാക്ട് എന്താവുന്നത്? ഈ എന്താണ് ഈ കോൺട്രാക്ട് വോയിഡബിൾ ആവുന്നത് അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ പാർട്ടി വെൻ ഹി സെറ്റ് കോൺട്രാക്ട് ഇസ് സെഡ് അതർ പാർട്ടി ഈസ് ഫ്രീ ഫ്രം ഹിസ് ഒബ്ലിഗേഷൻ. അപ്പൊ മറ്റു പാർട്ടി എന്താവും? അവരുടെ ഒബ്ലിഗേഷനിൽ നിന്നും ഫ്രീ ആവുകയും ചെയ്യും. അപ്പൊ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇല്ലീഗൽ ആൻഡ് അൺലോഫുൾ കോൺട്രാക്ട് ആണ്. ഇല്ലീഗൽ അല്ലെങ്കിൽ അൺലോഫുൾ കോൺട്രാക്ട്. എ കോൺട്രാക്ട് കനോട്ട് ബി ഇല്ലീഗൽ ബട്ട് എഗ്രിമെന്റ് ക്യാൻ ഇല്ലീഗൽ കോൺട്രറി ഓഫ് ടു ലോ. ഫോർ എക്സാമ്പിൾ പറയുന്നത് ഇവിടെ ഒരു മൈനർ ആയിട്ടുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിപ്പിക്കുന്ന മാരി വോയിഡ് ബട്ട് നോട്ട് ഇല്ലീഗൽ. അത് വോയിഡ് ആണ്, പക്ഷെ അത് ഇല്ലീഗൽ അല്ല. ബിക്കോസ് ഒബ്ജക്ട് ഈസ് നോട്ട് അൺലോഫുൾ. അവിടെ ഒബ്ജക്ട് എന്ന് പറയുന്നത് അൺലോഫുൾ ആണ്, നോട്ട് അൺലോഫുൾ. അപ്പൊ ഇതാണ് വോയിഡ്. ഇല്ലീഗൽ എഗ്രിമെന്റ് എന്ന് വെച്ചാൽ ആർ വോയിഡ് ആയിരിക്കും. ഓൾ ഇല്ലീഗൽ എഗ്രിമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വോയിഡ് ആണ്. ഇനിയിപ്പോ ഇവിടെ ഇല്ലീഗൽ എ കോൺട്രാക്ട് കനോട്ട് ബി ഇല്ലീഗൽ ബട്ട് എഗ്രിമെന്റ് ക്യാൻ ബി ഇല്ലീഗൽ. ഒരു കോൺട്രാക്ട് ഒരിക്കലും ഇല്ലീഗൽ അല്ലെങ്കിൽ അൺലോഫുൾ കോൺട്രാക്ട് എന്ന് വെച്ചാൽ ഒരു കോൺട്രാക്ട് ഒരിക്കലും ഇല്ലീഗൽ ആവില്ല, പക്ഷെ അതിന്റെ എഗ്രിമെന്റ് എങ്ങനെയായിരിക്കും? ഇല്ലീഗൽ ആയിരിക്കും, കോൺട്രറി ടു ദ ലോ. അതാണ് ഇല്ലീഗൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇനി ഒരു ഇല്ലീഗൽ എഗ്രിമെന്റ് എന്ന് വെച്ചാൽ ഇസ് സച്ച് ആൻ എഗ്രിമെന്റ് വിച്ച് ഈസ് സ്പെസിഫിക്കലി ഡിക്ലെയർഡ് ടു ബി അൺലോഫുൾ അണ്ടർ ദ കോൺട്രാക്ട് ആക്ട് ഓർ അഗെയിൻസ്റ്റ് ദ പ്രൊവിഷൻ ഓഫ് എനി അതർ ലോ. ഓൾ ഇല്ലീഗൽ എഗ്രിമെന്റ്സ് ആർ വോയിഡ്. ഇല്ലീഗൽ ആയിട്ടുള്ള എല്ലാ എഗ്രിമെന്റ്സും വോയിഡ് ആണ്. ബട്ട് ഓൾ വോയിഡ് എഗ്രിമെന്റ്സ് ആർ നോട്ട് നെസസറി. അല്ലെങ്കിൽ എല്ലാ വോയിഡ് ആയിട്ടുള്ള എഗ്രിമെന്റ്സും എന്താവണം എന്നില്ല? ഇല്ലീഗൽ ആവണം എന്നില്ല. കോൺട്രാക്റ്റില് പറഞ്ഞനുസരിച്ച് അൺലോഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇല്ലീഗൽ എഗ്രിമെന്റ് ആവുന്നത്. എഗ്രിമെന്റിൽ സ്പെസിഫൈ ചെയ്തേക്കുന്ന പല കാര്യങ്ങളും അൺലോഫുൾ ആകുമ്പോഴാണ് എന്ത്? ഇവിടെ ഇല്ലീഗൽ എഗ്രിമെന്റ് ആകുന്നത്. നെക്സ്റ്റ് എസെൻഷ്യൽസ് ഓഫ് ഒരു വാലിഡ് കോൺട്രാക്റ്റിന് വേണ്ടിയ എസെൻഷ്യൽസ് എന്ന് പറഞ്ഞാൽ ഒന്ന് അക്കോർഡിംഗ് ടു സെക്ഷൻ 10. സെക്ഷൻ 10ന്റെ
All agreements or contracts are made free consent of the parties competent to contract. Unlawful consideration and lawful object. Here expressly so following elements. ഒന്ന് എന്താണ് പ്രോപ്പർ ഓഫർ ആൻഡ് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് വരുന്നത് ഒന്ന് പ്രോപ്പർ ഓഫർ ആൻഡ് പ്രോപ്പർ അക്സെപ്റ്റൻസ്. നമ്മൾ എന്ത് ചെയ്യണം പ്രോപ്പർ ആയിട്ട് മസ്റ്റ് മേക്കർ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റർ ആൻഡ് പ്രിസ്ക്രൈബ് റൂൾസ് മേക്കിംഗ് അക്സെപ്റ്റിംഗ് ഓഫർ മസ്റ്റ് സാറ്റിസ്ഫൈഡ്. നമ്മൾ പ്രോപ്പർ ആയിട്ട് പ്രോപ്പർ ഓഫർ ആൻഡ് പ്രോപ്പർ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് ഓഫർ മസ്റ്റ് അൺകണ്ടീഷണൽ ആയിരിക്കണം, ഡിഫൈൻ ആൻഡ് ഡ്യൂട്ടി കമ്മ്യൂണിക്കേറ്റഡ് ടു അതർ പാർട്ടി. അൺകണ്ടീഷണലും ആയിരിക്കണം, അവരെന്ത് ചെയ്തിരിക്കണം അവരുടെ ഡ്യൂട്ടി നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം മറ്റു പാർട്ടീനെ. അതാണ് ഓഫറിൽ പറയുന്നത്. അതുപോലെ അക്സെപ്റ്റൻസ് എങ്ങനെയായിരിക്കണം, അവര് മസ്റ്റ് ആയിട്ടും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ആ എഗ്രിമെന്റിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ കാര്യങ്ങൾ അക്സെപ്റ്റൻസ് പ്രോപ്പർ അക്സെപ്റ്റൻസ് നന്നായിട്ട് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഓഫർ എപ്പോഴും അൺകണ്ടീഷണലും ആയിരിക്കണം. അത് ഡെഫിനിറ്റ് ആൻഡ് ഡ്യൂലി മറ്റു പാർട്ടീനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തിരിക്കണം. ഇനി ഇന്റൻഷൻ ആൻഡ് ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ് ആണ് പറയുന്നത്. Business transactions presume intention of the parties to create legal relation which may take away by any express terms of the contract. Next, free consent. Free consent എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ means that the parties has made a contract by their own free will. ഒരു ആരുടെയും പ്രഷറോ അല്ലെങ്കിൽ ആരെങ്കിലും പേടിപ്പെടുത്തിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ലാണ്ട് ഫ്രീ ആയിട്ട് വില്ലില് കോൺട്രാക്ട് ചെയ്യുന്നതാണ്. എന്ന് വെച്ചാല് പാർട്ടീസ് തമ്മിൽ യാതൊരുവിധ ഇൻഫ്ലുവൻസും ഇല്ലാണ്ട് യാതൊരുവിധ പ്രഷറും ഇല്ലാണ്ട് അല്ലെങ്കിൽ പേടിയൊന്നും കൂടാണ്ട് വിത്തൗട്ട് എനി ഫെയർ അതൊന്നും കൂടാണ്ട് തന്നെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാണ് എഗ്രിമെന്റില് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതാണ് ഫ്രീ കൺസെന്റ് എന്ന് പറയുന്നത്. Next, capacity of parties. When any party is not competent to contract, the contract is not valid. Section 11, every person is competent to contract by its majority law of which is subject and is sound mind. എന്ന് വെച്ചാൽ എല്ലാ ഇപ്പൊ ഇവിടെ വെച്ചാല് ഇവിടെ പറയുന്നത് സെക്ഷൻ 11 പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ എല്ലാ പേഴ്സൺസും കോമ്പീറ്റ് ചെയ്യുന്നുണ്ട് കോൺട്രാക്റ്റില്. അവരുടെ ഏജ് ആണ് അവരുടെ മെജോറിറ്റി ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ അക്കോർഡിംഗ് ടു ദ ലോ കുറച്ച് ലോ ആണ് അതിനകത്ത് സബ്ജക്റ്റ് എന്നത്. അതുപോലെ തന്നെ സൗണ്ട് മൈൻഡ് ആയിരിക്കണം അയാള്. അതുപോലെ തന്നെ നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്ടിങ് ബൈ എനി ലോ ടു വിച്ച് ഹിസ് സബ്ജക്റ്റ്. അങ്ങനെ അയാളുടെ സബ്ജക്ട് വെച്ചിട്ട് ഒരു ഇതിൽ നിന്നും ഒരു ലോന്നും അയാൾ ഡിസ്ക്വാളിഫൈഡ് ആയി പോകുന്നില്ല. പാർട്ടീസ് മസ്റ്റ് ബി മേജർ, അവിടെ പാർട്ടിയാണ് മേജർ ആയിട്ടുള്ള കാര്യം. അതുപോലെ സൗണ്ട് മൈൻഡ് ആയിരിക്കണം അയാളുടെ. നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫോർ എൻറ്ററിങ് കോൺട്രാക്ട് ബൈ എനി ലോ, കോൺട്രാക്ട് ബൈ എനി, ഒരു കോൺട്രാക്റ്റിൽ നിന്നും അവര് എന്താണ് ഡിസ്ക്വാളിഫൈഡ് ആയി പോകുന്നില്ല അതാണ് പറയുന്നത്. ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനായിട്ടും ഡിസ്ക്വാളിഫൈഡ് ആയി പോകുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അവരുടെ ഏജ് ആണ് മെജോറിറ്റി ആയിട്ട് പറയുന്നത്. പിന്നെ അവരുടെ സബ്ജക്റ്റും പിന്നെ അവരുടെ സൗണ്ട് മൈൻഡും. ലോഫുൾ കൺസിഡറേഷൻ എന്ന് വെച്ചാല് നിയമപരമായിട്ടുള്ള ഒരു കൺസിഡറേഷൻ ആണ്. എന്ന് വെച്ചാൽ റിട്ടേൺ ദാറ്റ് മേ ഓർ മേ നോട്ട് ബി മോണിറ്ററി. There has been lawful consideration is agreement. The price paid by one party to buy the promise of the other party. For example പറയുകയാണെങ്കിൽ ഒരു പാർട്ടി ഒരു പ്രൈസ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ച ആള് പ്രോമിസ് ചെയ്യും ഓഫ് ദി അതർ. അതാണ് ഇവിടെ പറയുന്നത്. ഒരു കാര്യത്തിന് ഒരു കൺസിഡറേഷൻ മേ ആക്ട് ഓർ പ്രോമിസ് ഡൂയിങ് സംതിങ് ഓർ നോട്ട് ഡൂയിങ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം ആക്ട് ചെയ്യാം അല്ലെങ്കിൽ അത് കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ആൻഡ് ആക്ട്, എന്തെങ്കിലും ഒന്ന് മേ ബി ആക്ട് ചെയ്യാം അല്ലെങ്കിൽ പ്രോമിസ് ചെയ്യാണ് ഡൂയിങ് സംതിങ് എന്തെങ്കിലും ചെയ്യാം എന്നുള്ളത്, അല്ലെങ്കിൽ നോട്ട് ഡൂയിങ് ചെയ്യൂല എന്നുള്ളത്. അതാണ് ലോഫുൾ കൺസിഡറേഷൻ. ഇറ്റ് മേ ബി പാസ്റ്റ് ആവാം, പ്രസന്റ് ആവാം, ഫ്യൂച്ചർ ആവാം. ബട്ട് ഇറ്റ് മസ്റ്റ് ബി അത് റിയൽ ആയിരിക്കണം. അതുപോലെ തന്നെ മസ്റ്റ് ഹാവ് സം വാല്യൂ ഐസ് ഓഫ് ലോ, ലോയുടെ നിയമത്തിന്റെ കണ്ണുകളിൽ അതിന് നല്ല വാല്യൂ ഉണ്ടായിരിക്കണം. ഇതാണ് ലോഫുൾ കൺസിഡറേഷനിൽ പറയുന്നത്. എന്താണ് കൺസിഡറേഷൻ മേ ബി ആക്ട് ഓർ പ്രോമിസ് ഓഫ് ഡൂയിങ് സംതിങ് ഓർ ഫോർ നോട്ട് ഡൂയിങ്. എന്താണ് ലോഫുൾ ഒബ്ജക്റ്റ് ആണ് പറയുന്നത്. ലോഫുൾ ഒബ്ജക്ട് മീൻസ് ദ ഒബ്ജക്ട് ഓഫ് ദി എഗ്രിമെന്റ് മസ്റ്റ് ബി ലോഫുൾ. ഇവിടെ എന്ന് വെച്ചാൽ ഒബ്ജക്റ്റിന്റെ എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോഫുൾ ആയിരിക്കും. അതുപോലെ ഷുഡ് നോട്ട് ബി പ്രൊഹിബിറ്റഡ് ബൈ, അതൊരിക്കലും എന്ത് ചെയ്യാനല്ല ലോക്ക് പ്രൊഹിബിറ്റഡ് ആയിട്ട് ചെയ്യാൻ പാടില്ല.
കൺസിഡറേഷൻ ആൻഡ് ഒബ്ജക്ട് ഓഫ് ദി എഗ്രിമെന്റ് ഷുഡ് ബി ലോഫുൾ. ബോത്ത് കൺസിഡറേഷനും ഒബ്ജക്റ്റും ഒരു എഗ്രിമെന്റിന്റെ കേസസിൽ രണ്ടും ഷുഡ് ബി ലോഫുൾ ആണ്. അപ്പൊ എന്താണ് ലോഫുൾ ഒബ്ജക്റ്റ് മീൻസ് ദ ഒബ്ജക്റ്റ് ഓഫ് ദ എഗ്രിമെന്റ് മസ്റ്റ് ബി ലോഫുൾ. ആ ഒബ്ജക്റ്റ് എഗ്രിമെന്റിന്റെ ആ ഒബ്ജക്റ്റ് എന്താണോ എഗ്രിമെന്റിലെ ആ ഒബ്ജക്റ്റ് എന്താണോ അത് ലോഫുൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഷുഡ് നോട്ട് ബി പ്രൊഹിബിറ്റഡ് ബൈ ലോ, അത് ലോക്ക് എതിരും ആവാൻ പാടില്ല. അതുപോലെ തന്നെ ബോത്ത് കൺസിഡറേഷൻ ഒബ്ജക്ട് എഗ്രിമെന്റ് ഷുഡ് ബി ലോഫുൾ ആവണം. ഈ എഗ്രിമെന്റ് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലൈർഡ് വോയിഡ്. ഒരിക്കലും എഗ്രിമെന്റ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഡിക്ലയർഡ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല, വോയിഡ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഓൾസോ റിക്വയർഡ് എഗ്രിമെന്റ് മസ്റ്റ് നോട്ട് ഹാവ് ബീൻ എക്സ്പ്രസ്ലി ഡിക്ലയർഡ് വോയിഡ് അണ്ടർ സെക്ഷൻ 24 to 30. സെക്ഷൻ 24 to 30 ഓഫ് ദി കോൺട്രാക്ട് ആക്ട് അനുസരിച്ച് എഗ്രിമെന്റ് എന്ത് ചെയ്യാൻ പാടില്ല, നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലയർഡ് വോയിഡ്. ഇനി സർട്ടൻലി ഓഫ് മീനിങ്. നമ്മൾ എന്താവണം ഇവിടെ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ദ ടേംസ് ഓഫ് ദ വാലിഡ് എഗ്രിമെന്റ് മസ്റ്റ് ബി ക്ലിയർ. ഓരോ എഗ്രിമെന്റും വാലിഡ് എഗ്രിമെന്റിന്റെ ടേംസും മസ്റ്റ് ആയിട്ടും ക്ലിയർ ആയിരിക്കണം. അതിനകത്ത് നോ വാഗ്യൂ ഓൺ അൺസർട്ടൈൻ ആയിട്ടോ വാഗ്യൂ ആയിട്ടോ ഒന്നും പാടില്ല. ഇറ്റ് മീൻസ് സ്റ്റിൽ വാലിഡ്, അത് സ്റ്റിൽ വാലിഡ് ആയിരിക്കണം. ഇഫ് മീനിങ് ഓഫ് ദ എഗ്രിമെന്റ് ക്യാൻ ബി മേഡ് സർട്ടൻ ഫോർ പ്രിവൈലിംഗ് സർക്കംസ്റ്റൻസ്. അതുപോലെ തന്നെ ആ എഗ്രിമെന്റിന്റെ മീനിങ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, ഒരു പ്രിവൈലിംഗ് സർക്കംസ്റ്റൻസസിന്റെ രീതിയിൽ മെയ്ഡ് ചെയ്തിരിക്കണം. ഫ്രം ദ പ്രിവൈലിംഗ് സർക്കംസ്റ്റൻസ്. ഈ പോസിബിലിറ്റി ഓഫ് ദി പെർഫോമൻസസ് പറയുകയാണെങ്കിൽ ദ ആക്ട് കവേർഡ് ഇൻ ദ എഗ്രിമെന്റ് ഷുഡ് നോട്ട് ബി ഇമ്പോസിബിൾ. ആൻ എഗ്രിമെന്റ് ടു ഡു ആൻ ആക്ട് ഇമ്പോസിബിൾ ഇൻ ഇറ്റ്സ് വോയിഡ്. എന്തെങ്കിലും എഗ്രിമെന്റ് ആക്ട് ചെയ്യുന്നത് ഇമ്പോസിബിൾ ആയിട്ടാണെങ്കിൽ അതെന്ത് ചെയ്യും, അതിന്റെ അത് ഇറ്റ്സെൽഫ് ഇസ് വോയിഡ് ആവും. ഈ ലീഗൽ ഫോർമാലിറ്റീസ് പറയുകയാണെങ്കിൽ ദ കോൺട്രാക്ട് ആക്ട് സ്പെസിഫൈസ് ദ സർട്ടൻ എഗ്രിമെന്റ് മസ്റ്റ് മെയ്ഡ് ഇൻ റൈറ്റിംഗ് ആൻഡ് സം എഗ്രിമെന്റ് മസ്റ്റ് ബി രജിസ്റ്റേർഡ്. അപ്പൊ നമുക്കറിയാം ഒരു കോൺട്രാക്റ്റിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരിക്കും, ചിലപ്പോൾ എഗ്രിമെന്റ് റൈറ്റ് ചെയ്യാതിരിക്കാം ചെയ്തിരിക്കുന്നത്, ചിലപ്പോൾ അത് രജിസ്റ്റേർഡ് ചെയ്തേക്കായിരിക്കാം ചെയ്യുന്നത്. അപ്പോൾ എ പ്രോമിസ് ടു പേ എ ടൈം വാറഡ് ഡെപ്റ്റ് മസ്റ്റ് ബി റൈറ്റിംഗ്. അപ്പൊ പ്രോമിസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും ഒക്കെ പേ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അത് എന്ത് ചെയ്യണം, ഡെപ്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ മസ്റ്റ് ആയിട്ടും അത് റൈറ്റ് ചെയ്യണം. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡൺ ദ കോൺട്രാക്ട് ഇസ് നോട്ട് ലീഗലി എൻഫോഴ്സിബിൾ. അങ്ങനെ ചെയ്യാത്ത പക്ഷം അതെങ്ങനെയാണ്, ആ കോൺട്രാക്ട് എന്ത് ചെയ്യാണ്, ലീഗലി എൻഫോഴ്സിബിൾ ആവാണ്. നോട്ട് ലീഗലി എൻഫോഴ്സിബിൾ. ആ കോൺട്രാക്ട് നോട്ട് ലീഗലി, അതാണ് പറയുന്നത്. ഇനി ഓൾ ദ എബവ് എലമെന്റ്സ് മസ്റ്റ് ബി പ്രസന്റ് ഇൻ വാലിഡ് കോൺട്രാക്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഈ എലമെന്റ്സ് എല്ലാം ഒരു കോൺട്രാക്റ്റില് വാലിഡ് കോൺട്രാക്റ്റിൽ മസ്റ്റ് ആയിട്ടും പ്രസന്റ് ചെയ്തിരിക്കണം. ഇൻ കേസ് എനി വൺ ഓഫ് മിസ്സിംഗ് ഓർ ആബ്സെന്റ്, ഏതെങ്കിലും ഒരു കാര്യം ഇതിനകത്ത് നമ്മളിപ്പോ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം മിസ്സിംഗ് ആയി പോവുകയോ ആബ്സെന്റ് ആയി പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ എഗ്രിമെന്റ് വിൽ ബി നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ. ആ എഗ്രിമെന്റ് എന്ത് ചെയ്യാണ്, ആ എഗ്രിമെന്റ് എന്ത് ചെയ്യും, വിൽ നോട്ട് ബി എൻഫോഴ്സിബിൾ ബൈ ലോ. അതെന്താണ്, നിയമപ്രകാരം നടപ്പാക്കാൻ പറ്റില്ല. മനസ്സിലായോ? അതാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രോപ്പർ ഓഫർ ആൻഡ് പ്രോപ്പർ അക്സെപ്റ്റൻസ്, ഇന്റൻഷൻ ഓഫ് ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്, ഫ്രീ കൺസെന്റ്, കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്, ലോഫുൾ കൺസിഡറേഷൻ, ലോഫുൾ ഒബ്ജക്റ്റ്, എഗ്രിമെന്റ് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ്, സർട്ടനിറ്റി ഓഫ് മീനിങ്, പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, ലീഗൽ ഫോർമാലിറ്റീസ്. ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ടതായിരിക്കണം എന്തെന്ന് പറയുന്നത്, ഈ ഓൾ ദ എബവ് എലമെന്റ്സ്. ഈ എലമെന്റ്സ് എല്ലാം എന്താണെങ്കിലും ഒരു കോൺട്രാക്ട്, ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ പ്രസന്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും ഒന്ന് മിസ്സിംഗ് ആവുകയോ ആബ്സെന്റ് ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ എഗ്രിമെന്റ് വിൽ നോട്ട് ബി എൻഫോഴ്സിബിൾ ബൈ ലോ. നമ്മൾ ആ എഗ്രിമെന്റ് എന്താണ്, നിയമപ്രകാരം നടപ്പാക്കാൻ സാധിക്കില്ല. അതാണ് പറയുന്നത്. അപ്പൊ ഇതോട് കൂടി ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യാണ്. ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവാണ്. എസെൻഷ്യൽസ് ഓഫ് എ കോൺട്രാക്ട് എന്ന് പറഞ്ഞ ചാപ്റ്റർ ക്ലോസ് ചെയ്യാണ്, കംപ്ലീറ്റ് ആവാണ്. നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ആണ് പറയുന്നത്.
ഇനി ഇവിടെ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നെക്സ്റ്റ് ചാപ്റ്റർ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ആണ് സെക്കൻഡ് ചാപ്റ്ററിൽ പറയുന്നത്. ഈ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് എന്ന് വെച്ചാൽ ഈ അക്സെപ്റ്റൻസ്, ഓഫർ ആൻഡ് അക്സെപ്റ്റൻസസ്. ഓഫർ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ആൻ ഓഫർ? ഓഫർ ഓൾസോ മീൻസ് പ്രപ്പോസൽ. There is a lawful offer, lawful acceptance making value of offer also means proposal. Two words are used interchangeably. Then one person, ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓഫർ എന്ന് പറയുന്നത് the person who make the offer is the offer. ഓഫർ എന്ന് വെച്ചാൽ ഒരു പേഴ്സൺ ആരാണോ അയാൾ ഒരു ഓഫർ മേക്ക് ചെയ്യുകയാണെങ്കിൽ അയാളെ നമ്മൾ എന്തെന്ന് പറയും? ഓഫറർ അല്ലെങ്കിൽ പ്രോമിസർ എന്ന് പറയും. അപ്പൊ നമ്മള് എന്താണ് ദ പേഴ്സൺ ഹൂ മേക്ക്, ഒരു പേഴ്സൺ, ഒരു വ്യക്തി എന്തെങ്കിലും ഒരു ഓഫർ മേക്ക് പറയുകയാണെങ്കിൽ അയാളെ നമ്മൾ ഓഫറർ അല്ലെങ്കിൽ പ്രോമിസർ എന്ന് പറയും. പ്രോമിസർ എന്ന് പറയും. അപ്പോ ആൻഡ് ദ വൺ ഹൂം ദ ഓഫർ ഈസ് മെയ്ഡ് ഈസ് കോൾഡ് ഓഫറി. അപ്പൊ ആരാണോ ഓഫർ ചെയ്യുന്ന അയാളാണ് ഓഫറി. ഹു ബിക്കം അക്സെപ്റ്റർ ആഫ്റ്റർ അക്സെപ്റ്റിംഗ് ദ ഓഫർ. അപ്പൊ ആരാണോ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നത്, ഹു ബിക്കം അക്സെപ്റ്റർ ആഫ്റ്റർ അക്സെപ്റ്റിംഗ്, ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്ന ആള് ആരായി? അക്സെപ്റ്റർ ആയി. ഇതാണ് ഓഫറും അക്സെപ്റ്ററും തമ്മിലുള്ള ഇത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ഇസ് ദ ഓഫറർ ആൻഡ് ബി ഇസ് ദ ഓഫറി. ഇപ്പൊ എന്ന് വെച്ചാൽ എ എന്ന് പറഞ്ഞാൽ ഓഫറർ ആണ്, ബി ഓഫറി ആണ്. ആഫ്റ്റർ ബി അക്സെപ്റ്റ് ദ ഓഫർ, എന്ത് ചെയ്യാണ്? എയുടെ ഓഫർ ബി അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അയാൾ ആരായി? അക്സെപ്റ്റർ ആയി. അക്സെപ്റ്റർ ആയി. മനസ്സിലായോ? അപ്പൊ ബി അക്സെപ്റ്റ് ദ ഓഫർ, എയുടെ ഓഫർ എന്ത് ചെയ്യാണ്? എ ഇസ് ദ ഓഫറർ, ബി ഇസ് ദ ഓഫറി. അപ്പൊ എ എന്ന് പറയുന്ന വ്യക്തി ഓഫറർ ആണ്, ബി എന്ന് പറയുന്ന വ്യക്തി ഓഫറിയാണ്. ഈ ബി എന്ന് പറയുന്ന വ്യക്തി അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അയാളെ അക്സെപ്റ്റർ എന്ന് പറയും. ഇതാണ് ഓഫറും അക്സെപ്റ്ററും എന്ന് പറയുന്നത്. അപ്പൊ ഹൗ ഈസ് ആൻ ഓഫർ മെയ്ഡ്? എങ്ങനെയാണ് ഒരു ഓഫർ മെയ്ഡ് ചെയ്യുന്നത്? ആൻ ഓഫർ ഈസ് മെയ്ഡ് ബൈ ആക്ട് വിച്ച് കമ്മ്യൂണിക്കേറ്റഡ് ടു ഈച്ച് അതർ, ടു ദ അതർ. ഇറ്റ് മേ ബി എക്സ്പ്രസ്ഡ് ഓഫർ, ഇംപ്ലൈഡ് ഓഫർ. രണ്ട് തരത്തിലുള്ള ഓഫർ ഉണ്ട്. എക്സ്പ്രസ് ഓഫർ ഇസ് സ്പോക്കൺ ഓർ റിട്ടൺ ഓഫർ. നമുക്ക് ഒന്നല്ലെങ്കിൽ സംസാരത്തിലൂടെ അല്ലെങ്കിൽ റിട്ടണിലൂടെ. അതാണ് എന്തെന്ന് പറയുന്നത്? എക്സ്പ്രസ് ഓഫർ എന്ന് പറയുന്നത്. ഇപ്പൊ ഓറൽ ഓഫർ ഇസ് മെയ്ഡ് പേഴ്സണലി ബൈ ടെലിഫോണിലൂടെ നമുക്ക് ഓഫർ ചെയ്യുകയാണെങ്കിൽ അത് ഓറൽ ഓഫർ ആയിട്ട് നമുക്ക് പറയാം. ഈ ഇംപ്ലൈഡ് ഓഫർ ഇസ് നോട്ട് മെയ്ഡ് ബൈ സ്പോക്കൺ ഓർ റിട്ടൺ വേർഡ്സ് ബട്ട് ഈസ് ഇൻഫറൻറ്റ് ഫ്രം ദ കണ്ടക്ട് ഓഫ് എ പേഴ്സൺ. എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സർക്കംസ്റ്റൻസിന്റെ കേസസിൽ വരുന്നതാണ് ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയുന്നത്. സ്പോക്കൺ വേർഡ്സും ആയിരിക്കില്ല, അതുപോലെ തന്നെ റിട്ടണും ആയിരിക്കില്ല. എന്തെങ്കിലും ഒരു സർട്ടൻ സർക്കംസ്റ്റൻസസിന്റെ കേസസിൽ വരുന്നതാണ് ഈ ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയുന്നത്. എക്സ്പ്രസ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പ്രസ് ചെയ്യുന്നതാണ്, സ്പോക്കൺ ചെയ്യോ റിട്ടൺ ചെയ്യോ ചെയ്യാം. ഇനി whom an offer is made. An offer can be accepted only by the person. ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്ന പേഴ്സൺ ആണ് എന്തെന്ന് പറയുന്നത്? ഓഫറി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ദ ഓഫർ മേ ബി സ്പെസിഫിക് ഓഫർ ഉണ്ട്, അതുപോലെ തന്നെ സ്പെസിഫിക് പേഴ്സൺ ഓർ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഇറ്റ് അക്സെപ്റ്റഡ്. ഒരു ഓഫർ, സ്പെസിഫിക് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് പേഴ്സൺ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് എന്താണ് സ്പെസിഫിക് ഓഫർ. ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് സ്പെസിഫിക് ഓഫർ എന്ന് പറയുന്നത്.
When the offer is made general public, it is general offer അല്ലെങ്കിൽ such offer accepted by any person fulfilling കുറച്ച് ടേംസ് ഫുൾഫിൽ ചെയ്തുകൊണ്ടും ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് ജനറൽ ഓഫർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ജനറൽ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ജനറൽ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ പബ്ലിക് ആയിരിക്കും ഓഫർ ചെയ്യുന്നത്. വെൻ ആൻ ഓഫർ ഇസ് മെയ്ഡ് ബൈ ജനറൽ പബ്ലിക് ആയിരിക്കും ഓഫർ ചെയ്യുന്നത്. അതെങ്ങനെയായിരിക്കും? ചില കുറച്ച് ജനറൽ എന്താണ് ടേംസുകൾ ഫുൾഫിൽ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ് പേഴ്സൺസ് ഓഫർ അക്സെപ്റ്റ് ചെയ്യണെയാണ് ജനറൽ ഓഫർ എന്ന് പറയുന്നത്. നമ്മളിവിടെ പറയുന്നത് ലീഗൽ റൂൾസ് ഫോർ എ വാലിഡ് ഓഫർ. ഒരു ഓഫറിന്റെ വാലിഡിന് വേണ്ടിയിട്ടുള്ള ഒരു വാലിഡ് ഓഫറിന് വേണ്ടിയിട്ടുള്ള ലീഗൽ റൂൾസ് ആണ് പറയുന്നത്. Offer must intended to create legal relation. The offer must show intention party to create legal obligation ഉണ്ടായിരിക്കണം ഓഫർ ക്രിയേറ്റ് ചെയ്യുന്നത്. സോഷ്യൽ ഇൻവിറ്റേഷൻ ഡസ് നോട്ട് ബിക്കം ആൻ ഓഫർ. ഒരു സോഷ്യൽ ഇൻവിറ്റേഷൻ ഒരിക്കലും ഒരു ഓഫർ ആവില്ല. ബിക്കോസ് ദർ ഇസ് നോ ലീഗൽ റിലേഷൻഷിപ്പ്. അതിന് ലീഗൽ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല. ദർ ഇസ് നോ ഇന്റൻഷൻ. അതിന് പ്രത്യേകിച്ച് ഒരു ഇന്റൻഷനും ഇല്ല. ഇൻ കേസ് ഓഫ് ബിസിനസ് അഗ്രിമെന്റിൽ പെർസ്യൂംഡ് ഇന്റൻഷൻ ഇസ് ദർ വിൽ ഹാവ് ലീഗൽ കോൺസിക്വൻസസ്. ഒരു ബിസിനസ് അഗ്രിമെന്റ് ആണെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഇന്റൻഷൻ ഉണ്ടായിരിക്കണം. അതാണ് ഓഫർ മസ്റ്റ് ഇന്റൻഡഡ് ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻ. രണ്ട് ടേംസ് ഓഫ് ഓഫർ മസ്റ്റ് ബി സർട്ടൻ, ഡെഫിനിറ്റ് ആൻഡ് നോ വാഗ്യൂ. ഇവിടെ പറയുന്നത് വെൻ ഓഫർ ഇസ് വാഗ്യൂ ആയിരിക്കണം. ഇന്റൻഷൻ ദ പാർട്ടീസ് ഇസ് നോട്ട് ക്ലിയർ, ഓഫർ ഡസ് നോട്ട് ഇൻഫോം ഇറ്റ്സ് ട്രൂ ഇന്റന്റ്. അപ്പൊ നമ്മുടെ പാർട്ടിയുടെ ഇന്റൻഷൻ ക്ലിയർ അല്ലെങ്കിൽ എന്താണ് അവിടെ ഓഫർ ഡസ് നോട്ട് ഇൻഫോം ട്രൂ ആണ്. ആ ഇന്റൻഷൻ ട്രൂ ആണെന്ന് ഇൻഫോം ചെയ്യില്ല, ഓഫറിൽ ഇൻഫോം ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബട്ട് വെൻ ടേംസ് ഓഫ് ഓഫർ ക്യാൻ മേഡ് സർട്ടൻ ഡസ് നോട്ട്, അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ടു പാർട്ടി അഗ്രി ടു എൻ്റർ ഇൻ എ കോൺട്രാക്ട് സം ഫ്യൂച്ചർ ഡേറ്റ്, ഇറ്റ് ഇസ് നോട്ട് വാലിഡ് അഗ്രിമെന്റ് ബിക്കോസ് ഇൻ ടേംസ് ആർ നോട്ട് സർട്ടൻ. അതിനകത്ത് എന്തെങ്കിലും ടേംസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഒരു വെൻ ടു പാർട്ടീസ് ഒരു എഗ്രിമെന്റിൽ ഒരു കോൺട്രാക്റ്റിൽ എഗ്രി ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചർ ഡേറ്റിലേക്ക് എഗ്രി ചെയ്യാണ്. ഇറ്റ് ഇസ് നോട്ട് എ വാലിഡ്. അതൊരു വാലിഡ് ആയിട്ടുള്ളൊരു എഗ്രിമെന്റ് ആവില്ല. ബിക്കോസ് അതിനകത്ത് ടേംസ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ടേംസ് ആർ നോട്ട് സർട്ടൻ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അത് ഇതിനകത്ത് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയായിരിക്കണം? ടേംസ് ഓഫ് ദ ഓഫർ മസ്റ്റ് ബി സർട്ടൻ, ഡെഫിനിറ്റ് ആൻഡ് നോട്ട് വാല്യൂ. ടേംസ് ഇപ്പൊ നമ്മൾ ഒരു എഗ്രിമെന്റിൽ എൻട്രി ചെയ്യുമ്പോൾ അതിനകത്തുള്ള ടേംസ് ഒക്കെ നല്ല സർട്ടൈൻ ആയിരിക്കണം. അതുപോലെ തന്നെ ഡെഫിനിറ്റ് ആയിരിക്കണം, നോട്ട് വാഗ്യൂ. അതാണ് ടേംസ് ഓഫ് ഓഫർ മസ്റ്റ് ബി സർട്ടൈൻ, ഡെഫിനിറ്റ് ആൻഡ് നോട്ട് വാഗ്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ ഓഫർ മസ്റ്റ് ബി ഡിസ്റ്റിംഗ്വിഷ്ഡ് ഫ്രം മിയർ ഡിക്ലറേഷൻ ഓഫ് ഇന്റൻഷൻ. എ സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് വിത്തൗട്ട് എനി ഇന്റൻഷൻ ഓഫ് ക്രിയേറ്റിംഗ് എ ബൈൻഡിംഗ് ഒബ്ലിഗേഷൻ ഓൺലി ഷോ വില്ലിംഗ്നെസ് ടു നെഗോഷിയേറ്റ്. ഒരു സ്റ്റേറ്റ്മെന്റിൽ ഒരിക്കലും ഇന്റൻഷൻ ഇല്ലാണ്ട് ഇനി ഒരു ഇന്റൻഷനും ഇല്ലാണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ ഒരു ബൈൻഡിങ് ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യും. അവിടെ ഒരു വില്ലിങ്നെസ് ആയിരിക്കും അവിടെ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കാം ദ ഓഫർ മസ്റ്റ് ബി ഡിസ്റ്റിംഗ്വിഷ് ആയിട്ട് ഡിക്ലറേഷൻ ഓഫ് ആ ഇന്റൻഷൻ കറക്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം. The offer must be distinguished from any invitation to offer. Offer not the same thing as invitation to receive or make clear expression of willingness by offerer. എന്ന് വെച്ച് കഴിഞ്ഞാല് ഓഫറിൽ എപ്പോഴും എന്താണ് ക്ലിയർ ആയിട്ട് അവർ എക്സ്പ്രസ് ചെയ്തിരിക്കണം ഓഫറിന്റെ വില്ലിങ്നെസ്. അതുപോലെ തന്നെ ആ പേഴ്സൺ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അയാളുടെ പ്രോമിസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കണം. ഇൻവിറ്റേഷൻ ഓഫ് ഓഫർ ഷോ റെഡിനെസ് ഓഫ് നെഗോഷിയേറ്റ് എനി വൺ അപ്രോച്ചസ് ഹിം ആൻഡ് നോട്ട് ഓഫർ ഇസ് ഐസ് ഓഫ് പേഴ്സൺ. അപ്പൊ എങ്ങനെയായിരിക്കണം ഓഫർ കറക്റ്റ് ആയിട്ട് ഡിസ്റ്റിംഗ്വിഷ് ആയിട്ടും
അതുകൊണ്ട് തന്നെ ഓഫർ മസ്റ്റ് ബി ഡിസ്റ്റിംഗ്വിഷ് ഫ്രം ആൻ ഇൻവിറ്റേഷൻ ടു ഓഫർ. നെക്സ്റ്റ് പറയുന്ന ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ആയിരിക്കണം. ഓഫർ കംപ്ലീറ്റ്ലി ഓൺലി വെൻ ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫർ. ഓഫർ എന്ന് പറഞ്ഞാൽ ഓഫറിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഓഫർ, ഈ ഓഫർ എന്ന് പറയുന്നത്. ബിക്കോസ് ഓഫർ ഈ കൻ അക്സെപ്റ്റ് ദ ഓഫർ എന്ന് വെച്ചാൽ ഓഫർ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, നമ്മൾ പറയുന്ന നമ്മൾ കൊടുക്കുന്ന ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. only when he knows about it and a valid acceptance can obtain only when knowledge of the offer. അപ്പൊ ഓഫറിനെ കുറിച്ച് മസ്റ്റ് ആയിട്ടും എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. Offer should not contain a term the non-compliance of which would amount to acceptance. The offer cannot say that, he will presume that offer is accepted if it is when particular date. നമ്മുടെ ഈ ഓഫർ ഒരു അക്സെപ്റ്റ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ ഡേറ്റിലേക്കായിരിക്കും ഒരു ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡൺ ബൈ ഒരു പർട്ടിക്കുലർ ഡേറ്റിലേക്കല്ല അത് ഡൺ ചെയ്യേണ്ടത്. റിപ്ലൈ ബൈ ദർ ഇസ് എ റിപ്ലൈ ബൈ ദർ ഇസ് നോ കോൺട്രാക്ട് അണ്ടിൽ അത് റിപ്ലൈ ചെയ്യണ ഓഫറി റിപ്ലൈ കൊടുക്കണ വരെ അതൊരു ദർ ഇസ് നോ കോൺട്രാക്ട്. Next, special terms or condition is in an offer must also be communicated. എന്ന് വെച്ചാൽ സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും മസ്റ്റ് ആയിട്ടും ഓഫറിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അതാണ് ടേംസ്, എല്ലാ കാര്യങ്ങളും എന്താണ് ആ ടേംസ് കൊണ്ട് തന്നെ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ തന്നെ ഓഫറിക്ക് എല്ലാ നോളജുകളും കിട്ടിയിരിക്കണം. നെക്സ്റ്റ്, ക്രോസ് ഓഫർ. ഇറ്റ് ഈസ് ദർ വെൻ ടു പേഴ്സൺ മേക്ക് സിമിലർ ഓഫർ ടു ഈച്ച് അതർ. ഒരു രണ്ട് പേഴ്സൺസ് എന്ത് ചെയ്യാണ് ഇവിടെ എന്ന് വെച്ചാൽ രണ്ട് പേഴ്സൺസ് ഓഫർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ വിത്തൗട്ട് നോയിങ് അബൌട്ട് ഓഫർ ഫ്രം രണ്ട് പേഴ്സൺസ് എന്ത് ചെയ്യാണ് ഒരേ സിമിലർ ആയിട്ടുള്ള ഓഫർ കൊടുക്കുകയാണെങ്കിൽ മറ്റാൾക്ക് അറിയില്ല ഇന്ന ആൾക്ക് ഈ ഓഫർ സെയിം ഓഫർ തന്നെയാണെന്ന്. ബോത്ത് പാർട്ടീസ് കൺവേ ഈച്ച് അതർ സെയിം പ്രപ്പോസൽ ഇൻ ഓൾ റെസ്പെക്ട്സ്. അവര് രണ്ടുപേരും പരസ്പരം കൺവേ ചെയ്യണം. എന്നുവെച്ചാൽ രണ്ട് പേഴ്സൺസ് സിമിലർ ഓഫർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫർ ചെയ്യാണ്. അപ്പൊ വിത്തൗട്ട് നോവിങ് അബൌട്ട് ഓഫർ രണ്ടുപേർക്കും ഒന്നും ഈ ഓഫറിനെ കുറിച്ച് അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് പാർട്ടീസും ഓഫറിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് തന്നെ കൺവേ ചെയ്തിരിക്കണം എല്ലാ റെസ്പെക്റ്റിലൂടെയും. നെക്സ്റ്റ് ഇതിനാണ് ക്രോസ് ഓഫർ എന്ന് പറയുന്നത്. ഇപ്പോ ബട്ട് സച്ച് ഓഫർ ഡു നോട്ട് മീൻ ദ അക്സെപ്റ്റൻസ് ഓഫ് രണ്ടുപേരും അത് അക്സെപ്റ്റൻ ചെയ്തില്ലെങ്കിൽ ഒബ്റ്റെയിൻ ദ ഓഫർ ഡസ് നോട്ട് എമൗണ്ട് കൺക്ലൂഷൻ. അതിനൊരു കോൺട്രാക്ഷൻ കൺക്ലൂഷനിൽ എത്താണ്ടായി പോകും. ഇനി സ്റ്റാൻഡിങ് ഓഫർ ആണ് പറയുന്നത്. ആൻ ഓഫർ വിച്ച് കണ്ടിന്യൂസ് നേച്ചർ ഇസ് കോൾഡ് കണ്ടിന്യൂ. ഒരു ഓഫറിന് കണ്ടിന്യൂസ് ആയിട്ടും ആ ഒരു സെയിം നേച്ചറിൽ തന്നെയാണ് പോണെങ്കിൽ അതിനെയാണ് സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറയുന്നത്. ഇത്രയാണ് എന്ത് ടേംസ് ലീഗൽ റൂൾസ് ഓഫ് എ വാലിഡ് ഓഫർ. ഒരു വാലിഡ് ഓഫറിന്റെ ലീഗൽ റൂൾസ് എന്ന് പറയുന്നത് ഓഫർ മസ്റ്റ് ഇന്റൻഡഡ് ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻ. Terms of offer must be certain, definite, and not vague. The offer must be distinguished from a mere declaration of intention. Offer must be distinguished from an invitation to offer. The offer must be communicated. Offer should not contain a term non-compliance of which would amount to acceptance. The special terms of condition in an offer must also be communicated. Cross offer and standing offer. സോ നമ്മുടെ ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ആക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.